ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേര് പറഞ്ഞപ്പോൾ ആരംഭ റസൂലിന്റെ കണ്ണിളകി വീണുപോയി. കാരണം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ശരീരം നിറച്ച് സ്വർണമുണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്നിനു പുറകെ മറ്റൊന്നായി കൊടുത്ത് അവസാനം നല്ലൊരു വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ തന്റെ ശരീരത്ത് കിടക്കുന്ന ഷാളുണ്ടല്ലോ, ആ ഷാള് കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചത് ഖദീജ എന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ ആ ഒരു സങ്കടം കണ്ടിട്ടാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും എന്നാണ് നബിയെ തീരുന്നത്? കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചു പോയ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ കഥ പറയുമ്പോ എന്റെ വെമ്പായത്തെ പ്രിയപ്പെട്ടവരെ, ഓരോ നുള്ളു ഭക്ഷണം കഴിക്കുമ്പോഴും അൽഹംദുലില്ലാഹ്, ഓടിക്കളിക്കുന്ന മക്കളെ കാണുമ്പോ അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും ഒരു സന്തോഷം അല്ലാഹു തരുമ്പോ ഇരട്ടി പ്രാവശ്യം അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ സാധാരണ വീട്ടില് ഏതെങ്കിലും പള്ളിയുടെയോ അല്ലെങ്കിൽ യതീംഖാനയുടെയോ അറബിക് കോളേജിന്റെയോ സ്ഥാപനത്തിന്റെയോ ഒക്കെ ചെറിയ പെട്ടി വീട്ടിൽ വെക്കുമല്ലോ. കനിവിനങ്ങനെ പെട്ടി ഉണ്ടോ? വീട്ടിൽ വെക്കുന്ന പെട്ടി ഉണ്ടോ? പെട്ടി തിരിച്ചു കിട്ടുന്നുണ്ടോ? ഉണ്ടാവും, അൽഹംദുലില്ലാഹ്. അതൊരു വലിയ നല്ല കാര്യമാണ്. ചില പ്രധാനപ്പെട്ട വിഷയം, ഇപ്പം മകന്റെ ബർത്ത്ഡേ, 1 വയസ്സായി മകന്, ബിസ്മില്ലാ, ഒരു 100 രൂപ അതിനകത്തിട്ട് ലേബർ റൂമിലേക്ക് ഭാര്യയെ കയറ്റാണ്. അപ്പോൾ ഭാര്യ തന്നെ ഒരു 500 രൂപ എടുത്ത് ഭർത്താവിനോട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവിടെ ഒരു പെട്ടിയുണ്ട്, കനിവ് അല്ലെങ്കിൽ ഏതെങ്കിലും അറബിക് കോളേജ്, ഏതെങ്കിലും യതീംഖാന, അപ്പോൾ അതിൽ ആ പെട്ടിക്കകത്തിടണം. പക്ഷെ ഇവിടെ നമ്മൾ സങ്കടവും ദുഃഖവും വരുമ്പോൾ മാത്രമാണ് ഈ പൈസ ഇടുക. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടം ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇടുക, നല്ല സന്തോഷമായിട്ട്. ഇന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായാലും, നല്ല ജോലി, നല്ല ശമ്പളം, മനസ്സിനൊക്കെ നല്ല റാഹത്തായിരുന്നു, അൽഹംദുലില്ലാഹ്, എങ്കിൽ പിന്നെ അതിൻ്റെ പെട്ടിയിൽ ഒരു 100 രൂപ ഇടാം. അങ്ങനെ ഇട്ട് നോക്ക്. നമ്മൾ അങ്ങനെ ഒരിക്കലും ഇടൂല, വിഷമമുള്ളപ്പോൾ മാത്രമേ ഇടുള്ളൂ. വണ്ടി തട്ടിയാൽ പൈസ ഇടും, വയറിളക്കം വന്നാൽ പൈസ ഇടും, ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് പറയും, എടുത്തിട്ട് ഈ പാൻറ്റിൻ്റെ പോക്കറ്റ് ഉണ്ടടി 500 രൂപ കുപ്പിക്കാത്തിട്ട്. സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇടണം, വളരെ ഹാപ്പിയാണ്, നല്ല സന്തോഷം, ഒരു കുഴപ്പമില്ല, മാഷാ അല്ലാഹ്. നല്ല അടിപൊളി റമളാനായിരുന്നു, 1 മുതൽ 30 വരെ നോമ്പൊക്കെ പിടിച്ച് തറാവിയൊക്കെ കിട്ടി, എല്ലാം പെരുന്നാളൊക്കെ സുഭിക്ഷം, എല്ലാവർക്കും വസ്ത്രമൊക്കെ എടുത്തു കൊടുത്ത് അൽഹംദുലില്ലാഹ്. ആ സന്തോഷത്തിന് വേണ്ടി ഒരു 100 രൂപ ഒരു പാവപ്പെട്ട ഏതെങ്കിലും എത്തിയ മക്കളെ പെട്ടിയിലോ അറബിക് കോളേജിന്റെ അങ്ങനെ ഇട്ട് നോക്ക്, അങ്ങനെ ചെയ്തു നോക്ക്. പിന്നെ നിങ്ങൾക്ക് സന്തോഷം തരാൻ അള്ളാഹുവിന് വലിയ താല്പര്യമായിരിക്കും. അള്ളാഹുവിന് വലിയ സന്തോഷം തരാൻ പിന്നെ താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ, ദുഃഖം തരുമ്പോൾ ഇട്ടാൽ ദുഃഖം തരാൻ അള്ളാഹ്ക്ക് താല്പര്യം ഉണ്ടാവുന്നല്ല, ദുഃഖം തരുമ്പോൾ ഇടണ്ടെന്നല്ല, ഇടണം. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വിഷമം തരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതല്ല, സന്തോഷമായിട്ടിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. യമാമ യുദ്ധത്തിൽ, ഖാദിസിയ യുദ്ധ ദിവസം വഖദ് ഖുത്തിഅത് യദാഹു വരിജ്ലാഹ്, 2 കൈയും 2 കാലും വെട്ടിയെറിയപ്പെട്ട ഒരു മനുഷ്യൻ ഖാദിസിയ യുദ്ധത്തിൽ വഹുവ യൽഹഖു, ആ മനുഷ്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ കിടക്കുകയാണ്. വെമ്പായത്തുകാർക്ക് ഈ പറയുന്നത് ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല. ഉസ്താദേ, 2023 ഏത് പൊട്ടക്കഥകളാ നിങ്ങൾ ഈ പറയുന്നത്? അവര് കയ്യും കാലും വെട്ടിയിട്ട് ചിരിക്കുന്നത് മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ടാകാമല്ല, അവരെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന ഈമാനിന്റെ പവറാണ്. അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ട് ബോധം കെട്ട് വീണുപോയ ആയത്തേതെന്നറിയോ? ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ്. പരലോകത്ത് കിട്ടുന്ന കൂട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാണ്. ആർക്കു വേണ്ടിയാണ് ഈ യാത്രക്കിടയിൽ ഞെട്ടറ്റ് വീഴുന്നതെന്ന് ചിന്തിച്ചിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ട് അള്ളാഹു എന്തെങ്കിലും കഷ്ടപ്പാട് നിങ്ങൾക്ക് തന്നോ? 40, 50, 60 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചു. ഏകദേശം ആ വയസ്സിലുള്ളവരായിരിക്കും ഇതിനകത്തുള്ളത്. ഇപ്പൊ ഞാനൊരു 10-11 വർഷമായിട്ട് ഇവിടെ ഞാൻ വൈഫിന് വരുന്നു, എല്ലാം കൂടെ ഒരു 10-25 വയസ്സ് എനിക്കുമായി. നിങ്ങളും അങ്ങനെ കൂട്ടി നോക്കി, നിങ്ങളുടെ വയസ്സൊന്ന് കൂട്ടി നോക്കി, എത്ര വയസ്സായെന്ന്. നിങ്ങളെന്താ, ഞാൻ എന്തോ കള്ളം പറഞ്ഞ പോലെ എന്നെ വന്ന് ഇങ്ങനെ നോക്കണം. 25 വയസ്സ് കൂടുതൽ തോന്നിക്കോ? ആരോട് ഈ താജ് സാഹിബിന്റെ അലിവയുടെ പവറാണ്, അതിന് താഴെ വരോളെന്ന് പറഞ്ഞ. അപ്പോ
ആയിക്കോട്ടെ, ഒരു 30, 40, 45 വയസ്സൊക്കെ നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇത്രയും കാലത്തിനിടയ്ക്ക് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പ്രയാസത്തെ കുറിച്ച് ഓർത്തു നോക്കി. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ഏതാണെന്നൊന്ന് ഓർത്തു നോക്കുക. ഞാൻ എൻ്റെ മകൻ മരണപ്പെട്ട ദിവസം ഓർക്ക്, ഷാബാൻ 24. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പല്ലേ ഒരു മനുഷ്യന്. എന്നിട്ട് വീണ്ടും പ്രയാസമാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ്, 6 മണിക്കൂർ എയർപോർട്ടിൽ ഇരിക്കണം. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും, അതായത് ഒരു വേദന കൊടുത്ത ഒരു മനുഷ്യനെ വീണ്ടും കുറച്ചുകൂടി അങ്ങോട്ട് വേദനിപ്പിക്കണല്ലോ. അങ്ങനെ പരമാവധി ചെയ്യും. ഇപ്പൊ ഞാൻ ആ ദിവസത്തെ ഓർക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള, ഇപ്പൊ സഫീർ മന്നാനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവനായ ഉമ്മയെ കുറിച്ച് പറയും. ഉമ്മ മരിച്ചതാണ് ബാക്കവി, സഹിക്കാൻ പറ്റും. ഒരുപാട് ഉമ്മമാര് കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാവാം, ഒരുപാട് ആളുകളുടെ മലവും മൂത്രവും കൂരിയിട്ടുണ്ടാവാം. പക്ഷെ ഉമ്മ വിട പറഞ്ഞ നിമിഷം എൻ്റെ ജീവിതത്തിലെ എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞൊരു ദിവസമാണ്. അതുപോലെ ഓരോരുത്തർക്കുണ്ടാവും ജീവിതത്തിൽ ഏറ്റവും അള്ളാഹു തന്ന ഏറ്റവും വലിയ മനസ്സ് പിടിച്ചിട്ട് കിട്ടാത്ത ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും. അതൊക്കെ ദുനിയാവിനോടൊരു ചെറിയ കണക്ഷൻ ഉണ്ടാവും. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിഷ്കളങ്കമായി ജീവിച്ചതിന് വേണ്ടി അള്ളാഹു ഇതുവരെ നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറയപ്പെട്ട ഞാൻ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹുവിന്റെ ചരിത്രം മുതൽ തുടങ്ങി ആ സ്വഹാബികളൊക്കെ അനുഭവിച്ചതിന്റെ കോടാനുകോടിയിൽ ഒരു അംശം അള്ളാഹിന്റെ ദീനിന് വേണ്ടി നമ്മൾ അനുഭവിച്ചിട്ടില്ല. പടച്ചവന് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ മക്കളെ മരിപ്പിക്കുന്നുണ്ടാവും, രോഗം തന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് വലുത്. മറ്റവർക്ക് രോഗമൊന്നുമില്ല, അതൊരു പരീക്ഷണമായിട്ട് ഒരു കണക്കാക്കണില്ല. നമുക്കിതാണ് വലുത്. പക്ഷെ ഇതിനെ നമ്മളിങ്ങനെ തലയിൽ പിടിച്ച് അല്ലാ നീ എനിക്ക് അങ്ങനെ തന്നല്ല റബ്ബേ എന്ന് പറയാൻ പാടില്ല. പരമാവധി അൽഹംദുലില്ലാ നിങ്ങൾക്ക് പറയാൻ സാധ്യമാകുമെങ്കിൽ അവിടെ അല്ലാഹു നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യമാണ്. യമാമാ യുദ്ധത്തിന്റെ സമയം കുടല് പുറത്തുവിട്ട് വീണ ഒരു മനുഷ്യൻ, വയറ്റിൽ നിന്ന് കുടല് പുറത്തേക്ക് ചാടിപ്പോയ ഒരു മനുഷ്യൻ യമാമാ യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഓടുമ്പോ വഴിയിൽ കാണുന്നവരോട് പറയുന്നു, ഉമ്മ ഇലയ്യ മിൻഹു, അത് നിങ്ങളൊന്ന് നിന്നിട്ട് എന്റെ വയറ്റിലേക്ക് എടുത്ത് വെച്ചു തരുവോ? അതൊന്ന് വയറ്റിലേക്കൊന്ന് അതിങ്ങനെ പുറത്തു കിടക്കുമ്പോ ഞാൻ വല്ലാതെ പ്രതിസന്ധിയിലായി പോകുന്നു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ മനുഷ്യന് അല്ലാഹുവിന് കൊടുക്കുന്ന സ്നേഹം എത്രയാണ്! ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിനോടുള്ള മഹബത്ത് എത്രയാണ്! ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കരുണക്കടലായ പടച്ച റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ കണക്കെത്രയാണ്! ഒരിക്കലും ഞാനും നിങ്ങളും പറഞ്ഞാ തീരില്ല, എഴുതിയാ തീരില്ല, പ്രസംഗിച്ചാ തീരില്ല. അത്രത്തോളം യജമാനനായ പടച്ച റബ്ബിനെ ഹൃദയത്തിലേക്ക് എടുത്ത് വെക്കുകയാണ് മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. 30 വർഷം രോഗം പിടിച്ചിട്ട് ഒരേ കിടപ്പായിരുന്നു പ്രിയപ്പെട്ടവരെ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഞാനിപ്പോ തിരുവനന്തപുരത്ത് VJT ഹാളില് സമസ്തയുടെ SOSന്റെ ഒരു ജനജാഗരണ യാത്രയുണ്ട്. അതിന്റെ സമാപനത്തിന് 4 മണിക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് 2:30 ട്രെയിനിൽ കൊച്ചുവേളിയിൽ ഇറങ്ങി അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. 40 വർഷം കൊണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ഉസ്താദാണ് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്. ആരുടെയും താജ് സാഹിബിനൊക്കെ ഈ വടക്ക് ഭാഗത്തുള്ള ഉസ്താദുമാരോടൊക്കെ വലിയ ബന്ധവും സ്നേഹവുമാണ്. അത് വേറെ സംഘടനയാന്നുള്ളതല്ല. ആലിമീങ്ങൾ, സഹോദരങ്ങൾ, ഉസ്താദുമാര്, പണ്ഡിതന്മാര്, അവരെ ദഅവത്ത്, അവരെ പ്രസംഗം, അവരെ ഖിദ്മത്ത്, അങ്ങനെ നിഷ്പക്ഷമായ ഒരു സ്നേഹം. ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അള്ളാഹുവിന്റെ ദീന് നിഷ്കളങ്കമായി ഒരാളെ കുറ്റപ്പെടുത്താതെ, ഒന്നും പറയാതെ, ഒന്നിനും നിൽക്കാതെ എത്ര സ്നേഹത്തോടുകൂടി കഴിയേണ്ട ഒരു മനുഷ്യൻ 40 വർഷം കൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കും. ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, അസ്വസ്ഥതകളുണ്ട്. 2-3 ആളും പിടിച്ചൊക്കെ സ്റ്റേജിൽ കയറുന്നു, ഇറങ്ങി വരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെ. അപ്പൊ ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, കരുണക്കടലായ പടച്ച റബ്ബ് അള്ളാഹുവിനോട് 30 വർഷം മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ച് കിടന്നിട്ട് ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞില്ല. റബ്ബേ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ, പറഞ്ഞില്ല. ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞു. എന്തൊരു മനസ്സാണ് സഹോദരിമാരെ! ഈമാനിന്റെ പരിപൂർണത എന്ന് പറയൂലേ, അതാണ് ഈമാനിന്റെ പരിപൂർണത. ഒരു പരാതിയും ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്തെന്നറിയോ? മല്ലം യർള ബിഖലായി വയസ്ബിറു അലാ ബലായി ഫൽയൽതമിസ് റബ്ബൻ സിവായ.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള ഹദീസാണെന്ന് എന്റെ വെമ്പായത്തെ കനിവിന്റെ സരസിൽ വന്ന പ്രിയപ്പെട്ടവര് തിരിച്ചറിയണേ. മല്ലം യർദ ബിഖലായി, എന്റെ അല്ലാഹു പറയുകയാണ് മുത്തുനബിയോട്, നബിയേ എന്റെ വിധിയെ തൃപ്തിപ്പെടാത്തവരാരാ? വയസ്ബിറു അലാ ബലായി, ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുക്കുമ്പോ, ഒരു രോഗം കൊടുക്കുമ്പോ അതിൽ ക്ഷമിക്കാത്തവരാരാ? ഫൽയൽതമിസ് റബ്ബൻ സിവായാ, ഞാനല്ലാത്ത വേറെ റബ്ബിനെ അവർ അന്വേഷിച്ചു കൊള്ളട്ടെ. അവര് വേറെ റബ്ബിനെ പോയി നോക്കട്ടെ, ഞാൻ അവരുടെ കൂടെ കൂട്ടില്ല നബിയേ എന്ന് അല്ലാഹു പറയാണ്. 4 മക്കളെ പ്രസവിച്ച ഒരു സഹോദരി ഉണ്ട് കൊല്ലത്ത്. 4 മക്കളും മരിച്ചുപോയി. ഒരു കുഞ്ഞിന്റെ നാവിൽ നിന്ന് പോലും ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആ സഹോദരിക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്തില്ല. അവർ ആത്മഹത്യ ചെയ്തില്ല, അവർ തഹജ്ജുദ് മുടക്കിയില്ല. അവർ ഈ റമളാൻ വന്നപ്പോ എന്റെ 4 മക്കളെ മരിപ്പിച്ചവനല്ലേ, അതുകൊണ്ട് ഞാൻ ഈ നോമ്പ് പിടിക്കണില്ല എന്ന് അവർ അല്ലാഹുവിനോട് പറഞ്ഞില്ല. നമുക്ക് ചെറിയ ഒരു ക്ഷീണം വരുമ്പോഴത്തേക്ക് സുബഹിയില്ല, നമ്മൾ പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി. നമ്മൾ അള്ളാഹുവിന്റെ സർവ്വകാര്യങ്ങളെയും ഒഴിവാക്കി, അള്ളാഹുവിന്റെ സർവ്വകാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അത്ഭുതകരമായ മുകളിലൂടെയും പറന്നു പോകാനുള്ള ചിറകുകൾ മുളപ്പിക്കുന്ന ഒരു ഫലം അല്ലാഹു ഈ മജ്ലിസിലൂടെ നമുക്ക് തരട്ടെ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ഒരു ചരിത്രമുണ്ട്. അതേ ഒരു യാത്ര പോയി, ദീർഘദൂരമായ യാത്രയാണ്. പക്ഷെ ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായി. അസുഖം ഉണ്ടായാൽ അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലായി യാത്രയിൽ തന്നെ മിക്കവാറും മരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നാട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ, നാട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മയോട് ഈ വിഷമം എങ്ങനെ പറയുമെന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര സ്നേഹമാണ് ഉമ്മയും ഈ പ്രിയപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തിയും തമ്മിൽ. ഉമ്മയോട് എങ്ങനെ പറയുമെന്നത് അദ്ദേഹത്തിന് വലിയ ചോദ്യചിഹ്നമാണ്. ഏത് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഉമ്മ അറിഞ്ഞാൽ മനസ്സ് വെന്തിങ്ങനെ ഉരുകും, സഹിക്കാൻ കഴിയൂല. എത്ര പ്രയാസം ഉണ്ടെന്നറിഞ്ഞാലും, എത്ര വലിയ മനക്കെട്ടിയുള്ള ഉമ്മയാണെങ്കിലും തന്റെ മകനൊരു പ്രയാസമുണ്ടായി, ഒരു ആക്സിഡന്റ് ഉണ്ടായി, മകൻ ഹോസ്പിറ്റലിലാണ് എന്നൊരു ഉമ്മ അറിഞ്ഞാൽ, അല്ലാഹുവേ, ആ ഉമ്മയുടെ മനസ്സിങ്ങനെ വെന്ത് നീറാൻ തുടങ്ങും. ദുൽഖർനൈൻ ചക്രവർത്തിക്ക് വലിയ രോഗമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോ എങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഈ വിവരം പറയുന്നത്? ഒരു കത്തെഴുതുകയാണ് പ്രിയപ്പെട്ട ഉമ്മാക്ക്. അടുത്ത് നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഉമ്മാക്ക് കത്തുകൊണ്ട് കൊടുക്കാനും പറയുകയാണ്. ആ കത്തിനകത്തെഴുതുന്നു, ഉമ്മാ, ഇന്നുവരെ ഒരു വിഷമവും അനുഭവിച്ചിട്ടില്ലാത്ത 100 ആളുകളെ വിളിച്ചിട്ട് ഉമ്മ ഒരു നേരം വീട്ടിൽ ഭക്ഷണം കൊടുക്കണമെന്ന് ദുൽഖർനൈൻ ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കത്തെഴുതുകയാണ്. കത്ത് കിട്ടി. പ്രിയപ്പെട്ട മാതാവ് സന്തോഷത്തോടെ സമ്മതിച്ചു. എന്നിട്ട് സദ്യയുടെ ഭക്ഷണം കൊടുക്കലിന്റെ ദിവസം തീരുമാനിച്ചു. ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇതുവരെ ഒരു വിഷമവും തരാത്ത ആരെങ്കിലും ഈ വീട്ടിനകത്തുണ്ടോ? എന്റെ വീട്ടിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഭക്ഷണ സൽക്കാരം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ നടന്ന് രാവിലെ മുതൽ രാത്രി വരെ നടന്ന് ക്ഷീണിച്ചതല്ലാതെ ആരെയും കിട്ടിയില്ല. എല്ലാവരും വേദനകൾ അനുഭവിച്ചവരാണ്, എല്ലാവരും വിഷമങ്ങൾ അനുഭവിച്ചവരാണ്, എല്ലാവരും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവര് മാത്രമാണ്. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട ഉമ്മ ഇത് മനസ്സിലാക്കി മടങ്ങിയെത്തിയപ്പോ ചിന്തിച്ചു, അല്ലാഹുവേ, എന്റെ മകനെന്തോ വിഷമം വന്നിട്ടുണ്ട്. ആ വിഷമം എന്നോട് പറയുന്ന പ്രയാസം കരുതിയിട്ടാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വിഷമമുണ്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവനിത് ചെയ്തത് എന്ന് മനസ്സിലായി. പ്രിയപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി ആ പ്രിയപ്പെട്ട കത്തിൽ അവസാനം എഴുതുന്നു, ഖലമുൽ ഖലായി ജറാബി കുല്ലി മുകവ്വനി യാ സാഹിബൽ ഇഹ്സാനി മാദാ തഹ്സനൂ. നിന്റെ ജീവിതത്തിന്റെ ഖലാഅ് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യാ സാഹിബൽ ഇഹ്സാൻ, ദുഃഖിച്ചുകൊണ്ട് നടക്കുന്നവരെ, മാദാ തഹ്സനു, നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് അല്ലാഹു അത് മാറ്റാൻ പോണില്ല. നിങ്ങൾക്കൊരു സാധനം തരാൻ വേണ്ടി അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്.
നിങ്ങൾ ടെൻഷൻ അടിച്ചു ദുഃഖിച്ചു ഭക്ഷണം കഴിക്കാതെ കിടന്നതുകൊണ്ട് അള്ള തരാൻ പോകുന്ന സാധനം പടച്ചോ മാറ്റിവെക്കുന്നില്ല. അത് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. ഇൻകാന സഖതുക ലൈസ യജ്രിബു റാഹതാ ഫറിളാക ബിൽ വൽവാ അഹഖു വ അഹ്സനു. അതുകൊണ്ട് നിന്റെ ദേഷ്യവും നിന്റെ പട്ടിണിയും കൊണ്ട് നിനക്ക് വന്ന ദുഃഖത്തിനൊരു ക്ഷമനമില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അത് തന്നതിനെ പൊരുത്തപ്പെട്ട് ക്ഷമിക്കലല്ലേ. ഉൽക്കർണയിനെ എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. വെമ്പായത്തെ കനിവിന്റെ സംഘാടകരുടെ മുമ്പിലേക്ക് അല്ലാഹുവേ പടച്ചവനെ 11ാമത്തെ വർഷം വന്നിരിക്കുന്ന നിങ്ങളോട് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു തആല അന്നയുടെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസം, എന്റെ മക്കൾക്ക് കഴിക്കാൻ റൊട്ടി കിട്ടിയ ദിവസം, ഫാത്തിമക്ക് കഴിക്കാൻ റൊട്ടി കിട്ടിയ ദിവസം, അലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായി ജോലി കഴിഞ്ഞ് കിട്ടിയ പൈസ കൊണ്ട് 4 റൊട്ടി എന്റെ ചെറിയ കുടിലേക്ക് കൊണ്ടുവന്ന ദിവസം, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഫ്രിഡ്ജ് തുറക്കുമ്പോ ആഹാരം നിലത്ത് വീഴുന്ന വെമ്പായത്തെ പെങ്ങളെ, വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തിയിട്ട് ആഹാരം വെച്ചു വിളമ്പിയിട്ട് കുഴിച്ചു മൂടുന്നവരെ, കല്യാണം കഴിഞ്ഞ് ഒരു ചെമ്പ് ചോറ് ബാക്കിയുണ്ട്, സ്നേഹസാഗരത്തിൽ കൊണ്ടുവരട്ടെ, അറബി കോളേജിൽ കൊണ്ടുവരട്ടെ, യതീംഖാനയിൽ കൊണ്ടുവരട്ടെ, വേണ്ട വേണ്ട, നിന്റെ സമ്പന്നതയുടെ ആടിന്റെ കൊഴുപ്പ് തിന്നാൻ വേണ്ടിയുള്ളവരല്ല അവിടെ കിടക്കുന്നവര്. അവരെ നോക്കാൻ കേരളത്തിൽ അഭിമാനമുള്ള ഇസ്സത്തുള്ള ഏറ്റവും വലിയ സഹാനുഭൂതിയുടെ മനസ്സുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെ നോക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വേണ്ട, നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഉങ്ക് കാണിച്ചിട്ട് ബാക്കി വന്നത് തിന്നാനല്ല. യതീംഖാനയുടെ മക്കള്, കനിലിന്റെ പ്രിയപ്പെട്ട ഹിഫ്ളിന്റെ മക്കള് എത്ര സ്ഥലത്തെങ്ങനെ നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് കാര്യങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ അനാവശ്യമായ ചെലവഴിക്കലുകൾ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രതികരിക്കാൻ അവിടെ പ്രതികരിക്കണം. ഏത് വിഷയത്തിലും പ്രതികരിക്കുന്നവര് അവിടെയൊക്കെ മൗനം പാലിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ജോലി കഴിഞ്ഞു മടങ്ങി വന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില് 4 റൊട്ടി ഇരിക്കുന്നത് കണ്ടപ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് സന്തോഷമായി. നമ്മുടെ മക്കൾക്ക് നമ്മൾ രുചികരമായ ഭക്ഷണം കൊടുക്കൂലേ? നമ്മുടെ മക്കൾ കഴിക്കുന്നത് കണ്ട് നമ്മൾ മാറി നിന്ന് സന്തോഷിക്കൂലേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വയറ് നിറയുന്നത് കാണാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? അറിയോ, നിങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് റഹ്മാനിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന ഞാനും എന്റെ പ്രിയപ്പെട്ട ഉസ്താദും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു യതീമായ പൊന്നുമോനെ പുതിയ അഡ്മിഷൻ എടുത്തു. അല്ലാഹുവേ, ആ പൊന്നുമോൻ വന്ന ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങി, പഠിച്ചു തുടങ്ങി. ഒരു ദിവസം കോളേജിൽ ആള് ബിരിയാണി സ്പോൺസർ ചെയ്ത് മക്കൾക്കൊക്കെ ബിരിയാണി കൊടുത്തു. എന്റെ ഉസ്താദിനോട് ഫോൺ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ബാക്കവി, ഇവിടെ ഒരു പ്രിയപ്പെട്ട യതീമായ മോനുണ്ടായിരുന്നു. ബിരിയാണി കൊണ്ടുവന്നവന്റെ മുമ്പിൽ വെച്ച് എല്ലാ മക്കളും കഴിക്കുമ്പോ ഈ മകൻ മാത്രം കഴിക്കുന്നില്ല. ബിരിയാണിയുടെ മുമ്പിലിരുന്നു കൊണ്ട് അവൻ കരയുന്നുണ്ട്. പുതിയ കുട്ടിയല്ലേ, വാരിക്കൊടുക്കേണ്ടി വരുമോ? ചിലപ്പോ നിർബന്ധമാണോ, വാശിയാണോ, വീട്ടിൽ പോകണോ, ഉമ്മയെ കാണണോ? ഉമ്മ മാത്രമല്ലേ ഉള്ളൂ, ഉമ്മയെ കാണണോ? അതൊക്കെ അവര് ചിന്തിച്ചു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞ് ഒരു തരി ആഹാരം പോലും കഴിക്കാതെ പാത്രത്തിന്റെ മുമ്പിൽ നിന്നിരുന്നിട്ട് റൂമിലേക്കല്ല പുറത്തേക്ക് നടന്നുപോയി. ഉസ്താദ് കൂടെ പോയി പൊന്നുമോനെ വിളിച്ച് കാര്യം ചോദിച്ചപ്പോ അവൻ പറയുകയാണ്, എന്റെ വാപ്പ മരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള രുചികരമായ ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ കോളേജിൽ നിന്ന് ഇങ്ങനെ ബിരിയാണി കഴിക്കുമ്പോ എന്റെ ഉമ്മ വീട്ടിൽ വെള്ളച്ചോറ് കഴിക്കുന്ന രംഗമോർത്തപ്പോ എനിക്ക് കരച്ചിലടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ യതീമായ കുട്ടി. എത്ര മക്കളുണ്ടാകും വെമ്പായത്തെ പ്രിയപ്പെട്ട ഉമ്മ? നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ എത്ര മക്കളുണ്ടാവും നല്ല ഒരു ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവര്, നല്ല ഒരു വസ്ത്രം ധരിക്കാൻ കൊതിക്കുന്നവര്? അഭിമാനമുള്ളത് കൊണ്ട് ഉമ്മ, മോനെ ഇത് മതിയടാ,
ഈ വർഷവും ഈ ബാഗ് മതിയടാ, ഈ വർഷവും ഈ കുട മതിയടാ, ഈ വർഷവും ഈ യൂണിഫോം മതിയടാ എന്ന് പറഞ്ഞ് ആരോടും പറയാറ് അഭിമാനക്ഷതം സംഭവിക്കാതെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ട് വളരുന്ന എത്ര വിധവകളുണ്ട് നമ്മുടെ പരിസരത്തെന്നറിയോ? ആരും നിങ്ങളുടെ കൊട്ടാര സമുച്ചയത്തിന്റെ കൊട്ടാര വാതിൽക്കൽ വന്ന് കൈനീട്ടണമെന്നില്ല, ആരും വരണമെന്നില്ല. എല്ലാരും ഒന്നും അങ്ങനെ വരൂല റമളാൻ മാസത്തില്. നമ്മൾ കണ്ടെത്തണം, നമ്മൾ അവരെ കണ്ടെത്തണം. ഇവിടുത്തെ KMYF-ന്റെ മക്കൾ അടുത്ത ഒരു 3 മാസത്തിനകത്ത് ഒരു യതീമായ കുട്ടിയെ നിങ്ങൾ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർണവും 50,000 രൂപയും ഓട്ടോറിക്ഷയും അന്നത്തെ കല്യാണ ഭക്ഷണത്തിന്റെ ചിലവും ഒക്കെ അവർ ഏറ്റെടുക്കും. എന്താണ് ഇതിൽ കൂടുതൽ വെമ്പായത്തേർക്ക് വേണ്ടത്? നിങ്ങൾ ചോദിക്കുക, എന്താ ഈ മക്കൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ബക്കറ്റിൽ ഇട്ട് കൊടുത്ത പൈസ ഇല്ലേ, അതിൽ നിന്ന് പൈസ എടുത്ത് എവര് പുട്ടടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? പാവങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് ഓടി നടന്ന് അതിൻ്റെ കണക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് എൻ്റെ മുമ്പ് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു ഇതിൻ്റെ 2 പ്രവർത്തകർ. സാറേ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ പൈസയൊക്കെ ഞങ്ങൾ പിരിച്ചെടുത്തു എന്നാണ് അവർ പറയുക. 11 കൊല്ലം ഞങ്ങൾ ഇത്രയും പ്രവർത്തനം ചെയ്തിട്ടും. ഞാൻ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഈ വന്നിരിക്കുന്ന ഒരാൾക്കും അവരോട് എതിർപ്പുണ്ടാവില്ല. വരാത്തവർക്കുണ്ടാകും, അസൂയാലുക്കളുണ്ടാവും, ഉണ്ടാവും, സ്വാഭാവികമല്ലേ? ഇത്രയും പ്രവർത്തനം ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പോ ഞാൻ പറയുന്നത്, നമ്മൾ ആലോചിച്ചു എത്ര മക്കൾ അങ്ങനെ ഉണ്ടാവും, ഈ പരിസരത്ത് എത്ര വിധവകൾ ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ അവര് പറയാണ് 3 മാസത്തിനകത്ത് യതീമായ കുട്ടിക്കെന്ന് നിയത്ത് ചെയ്തതുകൊണ്ട് യതീമായ കുട്ടിയാണെങ്കിലേ കഴിയുള്ളൂ. പാവപ്പെട്ട കുട്ടിയാണ് ഉസ്താദെ, വാപ്പ ഉണ്ടെങ്കിലും യതീമിനേക്കാൾ കഷ്ടപ്പാടാണ്. ഒരുപാട് പേരങ്ങനെയുണ്ട്. നമ്മൾ ഒത്തിരി ആളുകളുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്തിട്ടുള്ളവരാണ്, അറിയാം. പക്ഷേ ഇതിപ്പോ അങ്ങനെ നിയത്ത് ചെയ്തു പോയതാണ്, യതീമായ കുട്ടിക്ക് എന്ന് നിയത്ത് ചെയ്തു പോയതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ശബ്ദം ലൈവിലൂടെ ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, അതില്ലെങ്കിൽ ഈ വെമ്പായത്ത് ഇതിന്റെ പരിസരത്തൊക്കെ കടകളിലും മറ്റുമൊക്കെ ഇരിക്കുന്നവര്, ഇനിയിപ്പോ ഈ KMYF-ന് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇതിന് നിബന്ധനയൊന്നുമില്ല, KMYF-ന്റെ ഇഷ്ടക്കാരാവണോ അങ്ങനൊന്നുമില്ല. ഇതിനെ എതിർക്കുന്നവരാണെങ്കിലും ശരി, അവരെ കുടുംബത്തിലോ അവരെ പരിസരത്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നാലും ഈ മക്കളെ ഏറ്റെടുത്ത് ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പൂലേ? ഒരു കുടുംബത്തിന് എത്ര ടെൻഷനാണ് ഒരു മോളെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ, അതിനുള്ള എല്ലാ സംവിധാനവും KMYF-ന്റെ കനിവിന്റെ ഇവിടുത്തെ പ്രവർത്തകർ ചെയ്തു കൊടുക്കും എന്ന് വാക്ക് തന്നിരിക്കുമ്പോ 3 മാസത്തിനകത്ത് ചെയ്തു കൊടുക്കണം കേട്ടോ. കാരണം 3 മാസം കഴിഞ്ഞ് ബാക്കവി അന്ന് അങ്ങനെ പറഞ്ഞാണല്ലോ, ഇപ്പം എന്താ നിങ്ങൾ എടുക്കാത്തെന്ന് പറയരുത്. കാരണം ഇതിനൊരു കാലാവധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ സ്പോൺസറിങ് ആണ്, ഓരോരുത്തർ തരുന്നതാണ്, അതൊക്കെ റെഡിയാക്കി വെക്കാൻ ഒരു കണക്കുകൂട്ടലും കാലാവധിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വിഷമമാണ്. അപ്പം നിങ്ങൾ മറന്നു പോകരുത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, 4 റൊട്ടി കൊണ്ടുവന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി. 4 റൊട്ടിയിൽ നിന്ന് ഒരെണ്ണം ഞാൻ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് നീട്ടി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. 1-ാമത്തത് അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാണ്. മക്കൾ നിൽക്കുമ്പോഴും പരിഗണന ഭർത്താവിന് തന്നെയാണ്. വേദനയോടെ പ്രസവിച്ച എന്റെ മക്കളല്ലേ എന്നതല്ല, പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് വരുന്നവരാണ്. എത്രയോ ദിവസം കൊണ്ട് പട്ടിണിയാണ്. കുടുംബത്തിലെ റാണിയാണ് വീതം വെക്കുന്നത്. ഉമ്മയല്ലേ മക്കൾക്ക് ഓരോന്ന് കൊടുക്കുന്നത്, ഭർത്താവിന് കൊടുക്കുന്നത്. കൂടിയാലും കുറഞ്ഞാലും ഭർത്താവ് അതുകൊണ്ട് തൃപ്തിപ്പെടുകയല്ലേ. അലി റളിയല്ലാഹു അൻഹുവിന് ഒരെണ്ണം കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു കഴിക്കുന്നില്ല, കയ്യിൽ വെക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കട്ടെ. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് 2-ാമത്തെ റൊട്ടി കൊടുക്കുകയാണ്. ആരുടെ ചരിത്രമാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ മുത്തുനബിയെ നിങ്ങളെ ഞാൻ അയച്ചിട്ടില്ലെന്ന് അല്ലാഹു പറയുമ്പോൾ, ഈ കാണുന്ന കല്ലിനും മുള്ളിനും മരച്ചെടികൾക്കും മരച്ചില്ലകൾക്കും മഴത്തുള്ളികൾക്കും മണൽത്തരികൾക്കുമെല്ലാം റഹ്മത്തായ കാരുണ്യവാനായ കാരുണ്യത്തിന്റെ കാരണക്കാരായ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ചരിത്രമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 2-ാമത്തെ റൊട്ടി കൊടുത്തു. 3-ാമത്തത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. കഴിക്കാൻ പറഞ്ഞു. ഉമ്മമാരെങ്ങനെയാണ്? എല്ലാവരും കഴിച്ചിട്ട് ഒടുവിൽ കഴിക്കുന്നവരാണ്. എല്ലാവരും കഴിച്ചിട്ട് അവരുടെ സന്തോഷം മതിയായില്ലെങ്കിൽ
ഉമ്മാന്റെ കയ്യിലുള്ളത് പോലും മക്കൾക്ക് വേണ്ടി നീട്ടിക്കൊടുക്കുന്നവരാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നിങ്ങൾ എല്ലാവരും കഴിക്കാൻ പറഞ്ഞു. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അർഹതപ്പെട്ട ഒരു റൊട്ടിയുണ്ടല്ലോ, അത് തന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ പെട്ടെന്ന് കണ്ണു നിറഞ്ഞു പൊട്ടിക്കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചെന്തേ ഫാത്തിമ കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, തങ്ങളെ, എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, എന്റെ പിതാവ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചതാണ്. ഉപ്പ വല്ലതും കഴിച്ചിട്ടുണ്ടാവോ? എന്റെ മുത്തു റസൂല് വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ? നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് ആ റൊട്ടിക്കഷണവും കയ്യിൽ വെച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുകയാണ്. ഈ സമയത്ത് എന്തേ പൊന്നുമോളെ വന്നതെന്ന് അള്ളാന്റെ റസൂൽ ചോദിക്കുമ്പോ നടന്ന സംഭവം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നു. യാ റസൂലല്ലാഹ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടിയത് നബിയേ. അങ്ങനെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങുമ്പോ എനിക്കെന്റെ ഉപ്പയെ ഓർമ്മ വന്നുപോയി. അതുകൊണ്ട് അങ്ങേക്ക് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോ മോള് കഴിച്ചോ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ല. മോൾ ആ സ്നേഹം കാണിച്ചല്ലോ, അൽഹംദുലില്ലാ, വാപ്പച്ചിക്ക് സന്തോഷമായി. അതുകൊണ്ട് മോള് കഴിച്ചോ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ല. അത് വേണ്ടെന്ന് മുത്ത റസൂല് പറഞ്ഞില്ല. അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് ആരംഭ റസൂല് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, വെമ്പായത്തെ പ്രവർത്തകരെ. അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദീ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം ഫാത്തിമ, 3 ദിവസമായിട്ട് നിന്റെ ഉപ്പാന്റെ തൊള്ളയിലൂടെ ഒരു തരി ആഹാരം ഇറങ്ങിയിട്ടില്ല ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് മോളെ നീ കൊണ്ടുവന്ന റൊട്ടിക്കഷണമാണ് ഈ മുത്തു ഹബീബിന്റെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നതെന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അന്നയോട് പറഞ്ഞു കൊടുക്കുമ്പോ